ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ഫാസില റിയാസിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് കുറച്ച് ഓതാനും നിസ്കരിക്കാനൊക്കെ ഉണ്ടല്ലോ, വറാത്തിരാവും കൂടിയല്ലേ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് നിസ്കാരം, വെള്ളം പിടിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ എണീച്ചല്ലോ. അപ്പോൾ റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ മാവ് വാങ്ങിയിട്ട് വന്നു കേട്ടോ, ദോശ ഉണ്ടാക്കാൻ. പിന്നെ അതെല്ലാം ഇന്നിപ്പോൾ ആരും സ്കൂളിൽ പോയിട്ടില്ല. റിൻഷി മോൾക്ക് ഉച്ചവരെയുള്ളൂ പറഞ്ഞിട്ട് ആൾക്ക് മടിയായിട്ടോ പോവാൻ. അപ്പം അവൾ ഇരുന്നപ്പോൾ റഹീസ് കുട്ടിയും പോയില്ല കേട്ടോ. അപ്പം പിന്നെ റിച്ച് കുട്ടിക്ക് പിന്നെ പനി ചെറുതായിട്ടുള്ളതുകൊണ്ട് അവൾ അംഗനവാടിയിൽ പോയില്ല. അപ്പം ഞാനും ഫാത്തിമാനെയും കൊണ്ടും പോയില്ല കേട്ടോ. അപ്പം ഞാൻ റിയാസ്ക്കാക്ക് ഒരു വാടക കിട്ടിയപ്പോൾ അവളെ കൊണ്ടുപോകണ നേരത്തെ തന്നെ ഒരു വാടക കിട്ടിയപ്പോൾ പിന്നെ ശരി, ഇന്ന് ഏതായാലും ഇനി അവളെ എല്ലാവരും തിങ്കളാഴ്ച പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നെല്ലാവരും ഇവിടെ ലീവിലാണ്. അതുകൊണ്ട് തന്നെ എന്താ ഒരേ കശപശയാണ് കേട്ടോ, ചെത്തും വെളിയും. നിങ്ങൾക്ക് വീഡിയോയിലൊന്നും കേൾക്കാൻ പറ്റില്ല, അങ്ങനെ സൗണ്ടും ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ വോയിസൊന്നും ഇതിൽ വരുത്താത്തത്. അതല്ല, കുട്ടികളുടെ വോയിസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ടും കൂടി കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഭയങ്കര ഇറങ്ങും. അപ്പോൾ സ്കൂളിൽ പോകാണ്ടും കൂടി ഇരുന്നാൽ ഭയങ്കര ഒച്ചയും പാടുമായിരിക്കും. എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. റീസ് കുട്ടിയും ഫ്രിജ് കുട്ടിയും എപ്പോഴും വക്കാണം തന്നെ, രണ്ടാളും കീരിയും പാമ്പുമാണ് കണ്ടാൽ. എന്നാൽ തിരുനേരം കാണാണ്ടിരിക്കില്ല കേട്ടോ. അങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്നാലോ വക്കാണത്തിനൊരു കുറവുമില്ല. അങ്ങനെ ഞാൻ രാവിലെ ദോശയും പിന്നെ കറിയുണ്ട് കേട്ടോ, ചെറുപയർ കറി തോനുണ്ട്. ഇന്നലെ എല്ലാവരും ആരും അത്ര കൂട്ടിയില്ല. അപ്പോൾ ഞാനിന്ന് കറിയൊന്നും വെക്കണില്ല, ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. വെറുതെ ഉണ്ടാകുമ്പോൾ പിന്നെ വെച്ച് മേലൊക്കെ കളയണത് ശരിയില്ലല്ലോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ തക്കാളിയും വലിയുള്ളിയും കടുക് പൊട്ടിച്ചൊന്ന് വണക്കിയ ശേഷം കുറച്ച് ഉപ്പിട്ട് വണക്കാം കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് ഒരൊറ്റ അടി അടിക്കുക കേട്ടോ. മുളക് പൊടിക്ക് വരെ നമ്മൾ വറമുളക് ഇട്ടാലും മതി, നല്ല രസമുള്ള അടിപൊളി ചമ്മന്തി കിട്ടും. അപ്പോൾ ഗാന്ധി വേണമെങ്കിൽ ഗാന്ധി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ വണക്കിയിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലേശം മുളക് പൊടി കുറവായി പോയി, കുട്ടികൾക്ക് കൊടുക്കണല്ലേ കൊണ്ട് കമ്മിയാക്കി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്കുള്ള ഞാൻ കുഞ്ഞ് ചുട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3 ആയിട്ട് ഇങ്ങനെ ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് കുട്ടിക്കും തിന്നാൻ എളുപ്പമല്ലേ. പിന്നെ ഫാത്തിമ ഒറ്റക്ക് എടുത്ത് തിന്നണമല്ലോ, അപ്പോൾ ചെറുതാക്കി ചുട്ട് കൊടുത്താൽ അപ്പോൾ അവളും എടുത്ത് കഴിക്കുമല്ലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദോശ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ളതിനെക്കാട്ടും ഇഷ്ടം ദോശയും ഇഡ്ഡലിയൊക്കെയാണ്. പിന്നെ അതുമല്ല, ഞാൻ മാവ് കടയിൽ നിന്നാണ് പുറത്തുനിന്ന് കേട്ടോ മേടിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ബാങ്ക് വരെ ഒന്ന് പോയി കേട്ടോ. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല കേട്ടോ, കറിയുണ്ട്, പപ്പടം അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ അപ്പം ഇന്ന് കറിയൊന്നും വെക്കണില്ല. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ചീനിക്ക് ഉണ്ടാക്കണം, പിന്നെ ഓതണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടി ഞാനിന്ന് കുഞ്ഞു വീഡിയോ ഇട്ടത് കേട്ടോ, ലെങ്ത്ത് കുറച്ചത്. അപ്പോൾ പിന്നെ ഞാനും റിയാസ്ക്കും റഹീസ് പടയട്ട പോയി, പിന്നെയൊക്കെ ഇവിടെ ആക്കിയിട്ട് പോയി. റിൻഷിമോളിനോട് റിജ്വാനൊന്ന് കുളിപ്പിച്ചൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതട്ടോ. പിന്നെ ഫാത്തിമക്കുട്ടി ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി കടന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒരു ആധാർ കാർഡിൻ്റെ ഒരു ഇത് ശരിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി റഹീസ് കുട്ടിൻ്റെ പുതുക്കാൻ എന്തിനു വേണ്ടി പോയതാട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. പിന്നെ അവന് ലീവുള്ളപ്പോൾ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അവൻ ഏതായാലും സ്കൂളിൽ പോയിട്ടുമില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ, പാസ്ബുക്കിൻ്റെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ പോയിട്ട് തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെ ഒത്തിരി വേഗം വന്നു. നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ബാങ്കൊക്കെ. അടുത്ത് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ വലിയ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്, വലിയ മിഷൻ കഴിഞ്ഞിട്ട് ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ വലിയ മിഷൻ സ്കൂള്. റിൻഷിമോള് പഠിച്ച സ്കൂളാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് വലുതുമാണ് കേട്ടോ. പക്ഷെ ഇവൾക്ക് അവിടെ സെലക്ഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ വന്ന് പിന്നെ കുറച്ച് നേരം കടന്നൊക്കെ ചെയ്ത് പിന്നെ മെല്ലെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. മുറ്റമൊക്കെ ഒന്ന് ചെടിയൊക്കെ ഉണങ്ങി കിടക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു കേട്ടോ, ഫാത്തിമാക്കും. അവർ പിന്നെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഇപ്പോൾ ചായയും അതൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ റജിക്കുട്ടി മുറ്റത്ത് ഇങ്ങനെ കളിക്കുക തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആശാ വർക്കർ വന്നിട്ട് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏരക്കുള്ള ഗുളിക എന്തോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വാർഡിൽ അവിടെ ഉള്ളവർ തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നിട്ട് അപ്പോൾ ഇവിടുന്ന് കിട്ടും, അംഗനവാടിയിൽ നിന്ന് കിട്ടും, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിജിക്കുട്ടനെ കണ്ട് കുശലമൊക്കെ അന്വേഷിക്കട്ടെ, അവൾ ഇത്ര വലുതായി എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ അങ്ങനെ കൂടെ അവർ രണ്ടാളും ഉണ്ട്, ചേട്ടൻ്റെ വീട്ടിൽ വന്നാൽ കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാനും മുറ്റം അങ്ങനെ അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ റേസ് കുട്ടി ഏതാ സൈക്കിളെടുത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണ് ചെടിക്കിങ്ങനെ നനയ്ക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. മുറ്റത്തെ മണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മുറ്റടിക്കുമ്പോൾ മണ്ണിൻ്റെ മണം അങ്ങനെ വരുമല്ലോ. ഇപ്പോൾ ഭയങ്കര ചൂട് കിട്ടുക. അപ്രാവശ്യം എങ്ങനെ നോൻപൊക്കെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഭയങ്കരമായ ചൂട് കിട്ടുക. പിന്നെ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ട് വരിക കേട്ടോ. വെള്ളം എത്ര കുടിച്ചാലും ദാഹം മാറുന്നില്ല. അങ്ങനെ ഒരു ഇത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും എല്ലാ നോമ്പും എടുക്കാനുള്ള ആരോഗ്യ ആയുസ്സൊക്കെ പഠിച്ചോൻ തരട്ടെ. ആമീൻ. എന്തായാലും മാർച്ച് 2 തുടങ്ങില്ലേ നമ്മുടെ റമദാൻ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇനി നമുക്ക് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഖുർആനൊക്കെ ഓതാനുണ്ട്. പിന്നെ കുറച്ച് ചീരനിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാനൊന്നും ഒഴിവ് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.